കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പെണ്ണും പൊറാട്ടും എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിച്ചത്. എനിക്കറിയാം ഒരുപാട് സിനിമകളുടെ റിവ്യൂസ് കുറേയധികം എനിക്ക് മിസ്സിംഗ് ആയി. സീരീസുകളും അതെ, കുറെ ഇടയ്ക്കുള്ള ചില കാര്യങ്ങൾ കാരണം ചില വയ്യാത്തത് കൊണ്ടും ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആൻഡ് പെണ്ണും പൊറാട്ടും എന്ന് പറഞ്ഞ പടം ഇന്നലെയാണ് ഞാൻ കണ്ടത്. എൻ്റെ പടം കണ്ടു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. കാരണം ഈ പടം ഇങ്ങനെയായിരിക്കണം, ഈ പടം ഇങ്ങനെയായിരിക്കണം എന്നുള്ളത്. പക്ഷേ പടം തുടങ്ങി പടത്തിന്റെ ആ ഒരു മിഡിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇടയ്ക്ക് എനിക്ക് തോന്നി ഇത് എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത്. പക്ഷെ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ക്രേസി ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ ചെന്ന് പെട്ടാലുള്ള ഒരു അവസ്ഥ എന്താണ്, അതിന്റെ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരുന്നു ഈ പടം കാണിച്ചിട്ടുള്ളത്. എൻ്റെ രാജേഷ് മാധവൻ എന്ന് പറഞ്ഞ ആക്ടറിന്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഡിബറ്റാണ് ഈ സിനിമ. അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി തന്നെ കൊടുക്കണം, ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് അദ്ദേഹം ചെയ്തിട്ടുള്ളതിന്. പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമയുടെ മറ്റൊരു വേർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ജല്ലിക്കെട്ടിൽ വളരെയധികം വയലന്റ് ആൻഡ് മനുഷ്യന്മാരുടെ മറ്റൊരു ക്രൂവൽ സൈഡാണ് കാണിച്ചിരുന്നെങ്കിൽ ഇതിൽ ഒരുപാട് കുത്തിത്തിരിപ്പുകളും അതേസമയം തന്നെ ഒരു മൃഗത്തിനെ മാക്സിമം എന്താ പറയുക, അവരെ അങ്ങോട്ട് ക്രൂശിക്കാൻ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ, ആ ഒരു ആളുകളുടെ ഇടയിൽ മൃഗങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യരിൽ ഉണ്ടാവുന്ന ചില വിചിത്രങ്ങളായ സംഭവങ്ങളാണ് ഈ സിനിമ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ടൊവിനോ തോമസ് ആണ് ഇതിൽ സുട്ടു എന്ന് പറയുന്ന ആ ഒരു പട്ടിയുടെ ക്യാരക്ടറിന് സൗണ്ട് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഈ പടം തുടങ്ങി കുറെ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഒരു ഫീലായിരുന്നു. പാലക്കാടിലത്തെ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു വില്ലേജിലാണ് ഈ സിനിമയുടെ ആ ഒരു കഥ നടക്കുന്നത്. സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു ടൈപ്പ് പടം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സംതിങ് യുണീക്ക് ഈ സിനിമയിൽ ഓഫർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിലത്തെ ക്യാരക്ടേഴ്സ് ആയാലും ശരി, എല്ലാവർക്കും, പലരും നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ആളുകളാണ്, പക്ഷെ അവരുടെയൊക്കെ ഒരു ക്യാരക്ടേഴ്സിന് നല്ല പോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് പടം തുടങ്ങി ഇങ്ങനെ അങ്ങനെ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പലയിടത്തുനിന്നും പല ആളുകൾ അവിടുത്തെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് തോന്നും എന്ത് ഈ കാട്ടി കൂട്ടുന്നത്, കാരണം അവർക്ക് തലയ്ക്ക് വല്ല ഓളുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം. കാരണം ഈ ഒരു മൃഗങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ചില എന്താ പറയുക, കിളി പോയ സംഭവങ്ങൾ, അതിന്റെ ഒരു നേർക്കാഴ്ചയാണ്. നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടെ കുറെ സംഭവങ്ങൾ നടക്കുകയാണ്, നമ്മളധികം കണ്ടു ശീലിക്കാത്ത കുറെ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പൊ നമുക്ക് തോന്നും ഇത് എന്തൊക്കെ ഇവിടെ നടക്കണേ എന്നുള്ളത്. അത് ചില ഡയലോഗുകളിൽ കൂടി തന്നെ ഈ സിനിമ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ശരിക്കും കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ജല്ലിക്കെട്ടിന്റെ ഒരു തോട്ട് എനിക്ക് മാത്രമാണോ അത് മറ്റുള്ളവർക്കും കൂടി തോന്നിയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെയുള്ളൊരു സിമിലാരിറ്റി തോന്നിയിരുന്നു. പക്ഷെ നല്ല ഒരു അറ്റംപ്റ്റ് തന്നെയായിട്ടാണ് തോന്നിയത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഉള്ള ഒരു മൂവി എന്ന് ഞാൻ അത് പറയുന്നില്ല, പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു പടം തന്നെയായിട്ടാണ് പെണ്ണും പൊറാട്ടും തോന്നിയത്. മൊത്തത്തിൽ നല്ലൊരു ചേല് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം, നല്ലൊരു യൂണിക് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും.